എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറച്ച് ദിവസങ്ങളായിട്ട് ക്വസ്റ്റ്യൻസ് ഒന്നും ഇടാൻ പറ്റിയില്ല, സമയത്തിൻ്റെ പരിമിതികൾ കൊണ്ടാണ്. എന്നാലും പറ്റുന്നത്രയും ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സാമിന് മുന്നേ ചെയ്ത് തീർക്കാം. കുറച്ച് പേര് പറഞ്ഞിരുന്നു ഓപ്ഷൻസ് എല്ലാം വായിക്കേണ്ടതില്ല എന്ന്. അതുകൊണ്ട് ഇന്നെല്ലാ ഓപ്ഷൻസും വായിക്കുന്നില്ല. പിന്നീട് വന്ന മറ്റൊരു സജഷനാണ് ഓരോ ഓപ്ഷൻസും എക്സ്പ്ലെയിൻ ചെയ്യാമോ എന്ന്. പക്ഷെ നമുക്ക് കുറച്ച് ദിവസങ്ങളാണല്ലോ ഇനിയുള്ളൂ. ഈ വരുന്ന 7-ാം തീയതി എക്സാമാണ്, ഒരാഴ്ചയില്ല. അതുകൊണ്ട് എല്ലാ ഓപ്ഷൻസും എക്സ്പ്ലെയിൻ ചെയ്തു പോയാൽ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസേ കവർ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഈ എക്സാം വരെ നമുക്ക് ആൻസേഴ്സ് മാത്രം പറഞ്ഞു പോകാം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് സമയമെടുത്ത് എല്ലാ ഓപ്ഷൻസും എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടുള്ള സെഷൻസ് സ്റ്റാർട്ട് ചെയ്യാം. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അക്കൗണ്ട്സ് ഓഫീസർ എന്ന തസ്തികയിലേക്ക് കേരള PSC നടത്തിയ പരീക്ഷയുടെ ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 1. അക്കൗണ്ടൻറ്റ് ട്രീറ്റ് എ ബിസിനസ് ആസ് ഡിസ്റ്റിങ്ക്ട് ഫ്രം ദ പേഴ്സൺസ് ഹൂ ഓൺ ഇറ്റ്. ദിസ് കോൺസെപ്റ്റ് ഈസ് ടേംഡ് ആസ്. അതായത് അക്കൗണ്ടൻറ്റ് ഒരു ബിസിനസ്സിനെ അതിൻ്റെ ഉടമസ്ഥനിൽ നിന്നും വ്യത്യസ്തമായിട്ട് പരിഗണിക്കുന്നു. ഇത് ഏത് കോൺസെപ്റ്റാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ്. ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് അനുസരിച്ച് ഒരു ബിസിനസ്സിനെയും അതിൻ്റെ ഓണറിനെയും സെപ്പറേറ്റ് എൻറ്റിറ്റികളായിട്ട് ട്രീറ്റ് ചെയ്യണം. നെക്സ്റ്റ്, ദ എക്സ്പെൻഡിച്ചർ വിച്ച് റിസൾട്ട്സ് ഇൻ ദ അക്വിസിഷൻ ഓഫ് ആൻ അസെറ്റ്, ടാഞ്ചിബിൾ ഓർ ഇൻടാഞ്ചിബിൾ, വിച്ച് ക്യാൻ ലേറ്റർ ബി സോൾഡ് ഓർ കൺവേർട്ടഡ് ഇൻ ടു ക്യാഷ്, ഓർ വിച്ച് റിസൾട്ട്സ് ഇൻ ആൻ ഇൻക്രീസ് ഇൻ ദ ഏണിംഗ് കപ്പാസിറ്റി ഓഫ് എ ബിസിനസ്, ഓർ വിച്ച് അഫോർഡ്സ് സം അതർ അഡ്വാൻറ്റേജ് ടു ദ ഫേം. അതായത് പിന്നീട് വിൽക്കുവാനോ അല്ലെങ്കിൽ ക്യാഷായിട്ട് കൺവേർട്ട് ചെയ്യുവാനോ സാധിക്കുന്നതും ബിസിനസ്സിൻ്റെ ഏണിംഗ് കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യുന്നതും അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള അഡ്വാൻറ്റേജുകൾ ബിസിനസ്സിന് നൽകുന്നതുമായ ടാഞ്ചിബിളോ അല്ലെങ്കിൽ ഇൻടാഞ്ചിബിളോ ആയിട്ടുള്ള അസറ്റുകൾ അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കുണ്ടാകുന്ന എക്സ്പെൻഡിച്ചർ ഏത് എക്സ്പെൻഡിച്ചർ ആണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ക്വസ്റ്റ്യൻ നമ്പർ 3. The assets which constantly change in the value through transactions that are entered into are. എൻ്റർ ചെയ്യുന്ന ഓരോ ട്രാൻസാക്ഷൻസിനനുസരിച്ചും വാല്യൂവിൽ കോൺസ്റ്റൻ്റ് ആയിട്ട് ചേഞ്ച് വരുന്ന അസറ്റ് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, ഫ്ലോട്ടിംഗ് അസറ്റ്സ്. നെക്സ്റ്റ്, ദ അക്കൗണ്ടിംഗ് പ്രാക്ടീസസ് ഷുഡ് റിമൈൻ ദ സെയിം ഫ്രം 1 year to another ആസ് പെർ. അക്കൗണ്ടിംഗ് പ്രാക്ടീസസ് ഒരു ഇയറിൽ നിന്നും മറ്റൊരു അക്കൗണ്ടിംഗ് പ്രാക്ടീസസ് എല്ലാ വർഷങ്ങളിലും സെയിം ആയിരിക്കണം, അല്ലെങ്കിൽ ഒരേ അക്കൗണ്ടിംഗ് പ്രാക്ടീസസ് ആണ് നമ്മൾ തുടർന്നുള്ള വർഷങ്ങളിലും ഫോളോ ചെയ്യേണ്ടത് എന്ന് പറയുന്നത് ഏത് കൺവെൻഷൻ അനുസരിച്ചിട്ടാണ്? ആൻസർ ഓപ്ഷൻ എ, കൺവെൻഷൻ ഓഫ് കൺസിസ്റ്റൻസി. കൺവെൻഷൻ ഓഫ് കൺസിസ്റ്റൻസി പറയുന്നത് അക്കൗണ്ടിംഗ് പ്രാക്ടീസസ് ഫ്രീക്വൻ്റ്ലി ചേഞ്ച് ചെയ്യരുത്, അക്കൗണ്ടിംഗ് പ്രാക്ടീസസ് അടുത്തടുത്ത പീരീഡുകളിൽ ചേഞ്ച് ചെയ്യരുത്, സെയിം പ്രാക്ടീസ് തന്നെ ഫോളോ ചെയ്യണം. നെക്സ്റ്റ്, റീറ്റെയിൻഡ് ഏർണിങ്സ് ഈസ് എ. ആൻസർ ഓപ്ഷൻ സി ആണ്, ലയബിലിറ്റി ടു ദ കമ്പനി. കമ്പനിക്ക് റീറ്റെയിൻഡ് ഏർണിങ്സ് ഒരു ലയബിലിറ്റിയാണ്. നെക്സ്റ്റ്, ദ അരിത്തമെറ്റിക്കൽ ആക്യുറസി ഓഫ് ദ അക്കൗണ്ട്സ് ക്യാൻ ബി ചെക്ക്ഡ് ബൈ പ്രിപ്പയറിംഗ്. അക്കൗണ്ട്സിൻ്റെ അരിത്തമെറ്റിക്കൽ ആക്യുറസി ചെക്ക് ചെയ്യുന്നതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത് എന്താണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, ട്രയൽ ബാലൻസ്. നെക്സ്റ്റ്, ദ ഡ്യുവൽ ആസ്പെക്ട് ഓഫ് അക്കൗണ്ടിങ് ഈസ് എൻഷുർഡ് ഇൻ ദി. താഴെ പറയുന്നവയിൽ അക്കൗണ്ടിങ്ങിൻ്റെ ഡ്യുവൽ ആസ്പെക്ട്സ് എൻഷുർ ചെയ്യുന്നത് ഏത് സിസ്റ്റത്തിലാണ്? ആൻസർ ഓപ്ഷൻ എ, ഡബിൾ എൻട്രി സിസ്റ്റം. ഡബിൾ എൻട്രി സിസ്റ്റം നമുക്കറിയാം. ഡബിൾ എൻട്രി സിസ്റ്റത്തിൽ ഓരോ ട്രാൻസാക്ഷൻസിനും 2 ആസ്പെക്ട്സ് ഉണ്ട്, അതായത് ഡ്യുവൽ ആസ്പെക്ട്സ്. ഏതൊക്കെ ആസ്പെക്റ്റുകളാണ്? ഡെബിറ്റ് ആസ്പെക്റ്റുമുണ്ട്, ക്രെഡിറ്റ് ആസ്പെക്റ്റുമുണ്ട്. സോ അക്കൗണ്ടിങ്ങിൻ്റെ ഡ്യുവൽ ആസ്പെക്റ്റ് എൻഷുർ ചെയ്യുന്ന സിസ്റ്റം എന്ന് പറയുന്നത് ഡബിൾ എൻട്രി സിസ്റ്റമാണ്. നെക്സ്റ്റ്, ട്രാൻസാക്ഷൻസ് ആർ എൻറ്റേർഡ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട് അറ്റ് ദ എമൗണ്ട് ആക്ച്വലി ഇൻവോൾവ് ഇൻ ദ കോൺസെപ്റ്റ് ഓഫ്. ചോദിച്ചിരിക്കുന്നത് ബുക്സ് ഓഫ് അക്കൗണ്ടിൽ ട്രാൻസാക്ഷൻസ് ആക്ച്വലി എൻകോഡ് ചെയ്ത എമൗണ്ടിൽ കാണിക്കുന്നത് ഏത് കൺസെപ്റ്റ് അനുസരിച്ചിട്ടാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, കോസ്റ്റ് കൺസെപ്റ്റ്. നെക്സ്റ്റ്, ദ ബാലൻസ് ഷീറ്റ് ഈസ് ഓൾസോ കോൾഡ്. ആൻസർ ഓപ്ഷൻ ബി, പൊസിഷൻ സ്റ്റേറ്റ്മെൻറ്റ്. ബാലൻസ് ഷീറ്റ് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് പൊസിഷൻ സ്റ്റേറ്റ്മെൻറ്റ്. അതായത് നമുക്ക് ഒരു ബാലൻസ് ഷീറ്റിലൂടെ ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ പൊസിഷൻ അറിയാൻ സാധിക്കും. ഏത് തീയതിയിലാണോ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് ആ തീയതിയിലെ കമ്പനിയുടെ
ഫിനാൻഷ്യൽ പൊസിഷൻ അറിയാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് ഇതിനെ പൊസിഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് വിളിക്കുന്നു. The art of recording, classifying and summarizing in a significant manner and in terms of money, transactions and events which are in part at least of a financial character and interpreting the results thereof. നമുക്ക് എല്ലാവർക്കും അറിയാം അക്കൗണ്ടിങ്ങിൻ്റെ ഡെഫിനേഷനാണ്. സോ ആൻസർ ഓപ്ഷൻ എ ആണ് അക്കൗണ്ടിങ്. നെക്സ്റ്റ്, ദ ഷെയർസ് whose value which fluctuates in the market with the fortunes of the company. Answer option C, equity shares. The maximum capital that the company is authorized to raise. കമ്പനിക്ക് റേസ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ക്യാപിറ്റലിന് പറയുന്ന പേര്. ആൻസർ ഓപ്ഷൻ ബി, നോമിനൽ ക്യാപിറ്റൽ. നെക്സ്റ്റ്, സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് ഈസ് യൂസ്ഡ് ഇൻ ദ വാലുവേഷൻ ഓഫ്. സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് ഏതിൻ്റെ വാലുവേഷന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ബി, ഗുഡ്വിൽ. ഗുഡ്വിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ്. ദ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് ഈസ് റെഗുലേറ്റഡ് ബൈ. ഡിബഞ്ചേഴ്സിൻ്റെ ഇഷ്യൂ റെഗുലേറ്റ് ചെയ്യുന്നത് ആരാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, സെബിയാണ്. നെക്സ്റ്റ്, വെൻ വൺ കമ്പനി ടേക്സ് ഓവർ അനദർ കമ്പനി ഇറ്റ് ഈസ് കോൾഡ്. ഒരു കമ്പനി മറ്റൊരു കമ്പനിയെ ഏറ്റെടുക്കുമ്പോൾ അല്ലെങ്കിൽ ടേക്ക് ഓവർ ചെയ്യുമ്പോൾ അതിനെ വിളിക്കുന്ന പേരെന്താണ്? ആൻസർ ഓപ്ഷൻ ഡി, അബ്സോർപ്ഷൻ. അടുത്ത ചോദ്യം PSC ഡിലീറ്റ് ചെയ്ത ചോദ്യമാണ്. നെക്സ്റ്റ്, വെൻ ദ ഷെയർസ് ആർ ഇഷ്യൂഡ് ഫോർ ദ ഫസ്റ്റ് ടൈം ബൈ ദ കമ്പനി ടു ദ പബ്ലിക് ഇറ്റ് ഈസ് കോൾഡ്. ഷെയർസ് കമ്പനി ആദ്യമായി പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യുന്നതിന് പറയുന്ന പേര്. ആൻസർ ഓപ്ഷൻ സി ആണ്, ഇനീഷ്യൽ പബ്ലിക് ഇഷ്യൂ. ഫസ്റ്റ് ഷെയർ ഇഷ്യൂവിന് പറയുന്ന പേര് ഇനീഷ്യൽ പബ്ലിക് ഇഷ്യൂ. നെക്സ്റ്റ്, വെൻ ഷെയർസ് ആർ ഫോർഫീറ്റഡ് ദ ഷെയർ ഹോൾഡർ. ചോദ്യത്തിൽ ചെറിയൊരു കൺഫ്യൂഷൻ വന്നേക്കാം, എന്നാലും ഈ പറഞ്ഞിരിക്കുന്ന സെൻറ്റൻസിനോട് ചേർത്ത് താഴെ നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റുന്ന ആൻസർ ഓപ്ഷൻ സി ആണ്. നെയിം വിൽ ബി റിമൂവ്ഡ് ഫ്രം ദ രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സ്. അതായത് വെൻ ഷെയർസ് ആർ ഫോർഫീറ്റഡ് ദ ഷെയർ ഹോൾഡേഴ്സ് നെയിം വിൽ ബി റിമൂവ്ഡ് ഫ്രം ദ രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സ്. അതാണ് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. ചോദ്യം കൺസ്ട്രക്റ്റ് ചെയ്തതിൽ വന്ന ചെറിയൊരു മിസ്റ്റേക്കാണെന്ന് തോന്നുന്നു. സോ ആൻസർ സി ആണ്. ഷെയർ ഫോർഫീറ്റ് ചെയ്ത് കഴിയുമ്പോൾ മെമ്പേഴ്സിൻ്റെ രജിസ്റ്ററിൽ നിന്നും ഷെയർ ഹോൾഡറിൻ്റെ പേര് റിമൂവ് ചെയ്യും. നെക്സ്റ്റ്, ഇഷ്യൂ ഓഫ് ബോണസ് ഷെയർസ് ക്യാൻ അതർവൈസ് ബി കോൾഡ് ആസ്. ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നതിന് പറയുന്ന മറ്റൊരു പേര്. ആൻസർ ഓപ്ഷൻ ബി, ക്യാപിറ്റലൈസേഷൻ ഓഫ് പ്രോഫിറ്റ്. The aggregate of the shares and other securities issued and payment in cash by the buyer company to the shareholders of the vendor company. ബയർ കമ്പനി വെണ്ടർ കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്ന ഷെയറുകളുടെയും മറ്റ് സെക്യൂരിറ്റികളുടെയും ക്യാഷിൻ്റെയും അഗ്രിഗേറ്റ് തുകയ്ക്ക് പറയുന്ന പേര്. ആൻസർ ഓപ്ഷൻ ഡി, പർച്ചേസ് കൺസിഡറേഷൻ. അതായത് ബയർ കമ്പനി വെണ്ടർ കമ്പനിക്ക് കൊടുക്കുന്ന ഒരു പ്രതിഫലമാണ്. സോ ഇത് പർച്ചേസ് കൺസിഡറേഷൻ എന്നറിയപ്പെടുന്നു. പർച്ചേസ് കൺസിഡറേഷൻ ഷെയർസിലാകാം, മറ്റ് സെക്യൂരിറ്റീസിലാകാം, അല്ലെങ്കിൽ ക്യാഷ് പേയ്മെൻറ്റ് വഴിയും ഇവ ഒരുമിച്ചും ആകാം. ദ എമൗണ്ട് ഓഫ് എക്സ്പെൻഡിച്ചർ ആക്ച്വൽ ഓർ നോഷണൽ ഇൻക്വേർഡ് ഓർ അട്രിബ്യൂട്ടബിൾ ടു എ ഗിവൻ തിങ്. അതായത് ഒരു പ്രത്യേക കാര്യത്തോട് അല്ലെങ്കിൽ ഒരു പ്രത്യേക ഐറ്റത്തിന് അട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ആക്ച്വലോ നോഷണലോ ആയ എമൗണ്ട് ഓഫ് എക്സ്പെൻഡിച്ചറിന് പറയുന്ന പേര്. ആൻസർ ഓപ്ഷൻ എ, കോസ്റ്റ്. എന്തെങ്കിലും ഒരു വസ്തു അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വന്നിരിക്കുന്ന ചിലവ്, അതാണ് കോസ്റ്റ്. അതായത് ഏതെങ്കിലും ഒരു വസ്തുവിന് വേണ്ടിയിട്ട് നമുക്ക് ചിലവായതോ അല്ലെങ്കിൽ നമ്മൾ അതിലേക്ക് ആട്രിബ്യൂട്ട് ചെയ്യുന്നതോ ആയ എക്സ്പെൻഡിച്ചർ, അത് ആക്ച്വൽ ആകാം, നോഷണൽ ആകാം, ഏതാണെങ്കിലും നമ്മളതിനെ കോസ്റ്റ് എന്ന് വിളിക്കുന്നു. The optimum quantity for which order is placed when materials are to be purchased. മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യേണ്ടി വരുമ്പോൾ ഓർഡർ പ്ലേസ് ചെയ്യുന്ന ഒപ്റ്റിമം ക്വാണ്ടിറ്റിക്ക് പറയുന്ന പേര്. ആൻസർ ഓപ്ഷൻ സി ആണ്, EOQ. EOQ എല്ലാവർക്കും അറിയായിരിക്കും, ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി. The method of ascertaining cost in those industries in which goods are manufactured or services are rendered against specific orders from customers. കസ്റ്റമേഴ്സിൻ്റെ സ്പെസിഫിക് ഓർഡറിനനുസരിച്ച് ഗുഡ്സ് മാനുഫാക്ചർ ചെയ്യുന്ന ഇൻഡസ്ട്രികളിൽ കോസ്റ്റ് അസർട്ടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മെത്തേഡ് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി, ജോബ് കോസ്റ്റിംഗ്.
പ്രൊവിഷൻ ഫോർ ഇൻക്രീസ് ഇൻ ദ കോൺട്രാക്ട് പ്രൈസ് ടു അക്കോമഡേറ്റ് ഇൻക്രീസ് ഇൻ മെറ്റീരിയൽസ് ആൻഡ് ലേബർ കോസ്റ്റ്. ഒരു കോൺട്രാക്റ്റിൽ മെറ്റീരിയൽസിൻ്റെയോ ലേബറിൻ്റെയോ പ്രൈസിൽ ഇൻക്രീസ് ചെയ്യുന്നതിനെ വകയിരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ അതിൽ വയ്ക്കുന്ന പ്രൊവിഷനെ പറയുന്ന പേര്. ആൻസർ ഓപ്ഷൻ സി, എസ്കലേഷൻ ക്ലോസ്. എസ്കലേഷൻ ക്ലോസ് നമ്മൾ ഒരു കോൺട്രാക്റ്റിൽ വെക്കുന്നത് ഈ കോൺട്രാക്ട് പ്രൈസിൽ മെറ്റീരിയലിൻ്റെയോ അല്ലെങ്കിൽ ലേബറിൻ്റെയോ എമൗണ്ടിൽ ഇൻക്രീസ് വരുന്നത് കൊണ്ടുവരുന്ന ചേഞ്ചിനെ കോപ്പപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എസ്കലേഷൻ ക്ലോസ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ദ സ്റ്റേറ്റ്മെൻറ്റ് വിച്ച് ഈസ് ഡിസൈൻഡ് ടു ഷോ ദ ഔട്ട്പുട്ട് ഓഫ് എ പർട്ടിക്കുലർ അക്കൗണ്ടിംഗ് പീരിയഡ് അലോങ് വിത്ത് ബ്രേക്കപ്പ് ഓഫ് കോസ്റ്റ്. ഒരു അക്കൗണ്ടിംഗ് പീരിയഡിലെ ഔട്ട്പുട്ടിനെ ഓരോ കോസ്റ്റിനെയും സെപ്പറേറ്റ് ബ്രേക്കപ്പ് ചെയ്തുകൊണ്ട് കാണിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി, കോസ്റ്റ് ഷീറ്റ്. നമ്മളിന്ന് 25 ചോദ്യങ്ങളാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് വരുന്ന ദിവസങ്ങളിൽ ഈ ചോദ്യപേപ്പറിൻ്റെ തന്നെ മറ്റ് ക്വസ്റ്റ്യൻസും കൂടെ ഡിസ്കസ് ചെയ്യാം. എല്ലാവർക്കും നന്ദി.